എന്താണ് കിടന്ന് വിളിച്ചു പോകുന്നത്? രാവിലെ മുതൽ കൊട്ടാരത്തിന് പുറത്ത് ഒരാൾ വന്ന് കൈ കെട്ടി നോക്കി നിൽക്കുന്നു. ചോദിച്ചിട്ട് ഒരക്ഷരവും മിണ്ടുന്നില്ല. അതേതക്ഷരമാണ്? അയ്യോ അതല്ല, ഒന്നും പറയുന്നില്ലെന്ന്. എന്താ? ഉടൻ തന്നെ അയാളെ നമ്മുടെ മുമ്പിലിട്ട് കത്തിക്കൂ. എന്തോന്ന്? വല എത്തിക്കാൻ. താനെന്തിനാണോ രാവിലെ മുതൽ കൊട്ടാരത്തിന് മുന്നിൽ വന്ന് കൈയും കെട്ടി നോക്കി നിൽക്കുന്നത്? അത് പിന്നെ രാജൻ ഇന്നലെ അങ്ങയുടെ ഭടന്മാരെന്റെ വീട്ടിൽ വന്നിരുന്നു. എന്തിന്? രാവിലെ തന്നെ കൊട്ടാരത്തിലെത്തി കരം കെട്ടണമെന്ന് താക്കിയിരുന്നത്. അതുകൊണ്ടാണ് രാജൻ ഞാൻ രാവിലെ തന്നെ കൊട്ടാരത്തിലെത്തി എന്റെ ഈ കരവും കെട്ടി നോക്കിയിരുന്നത്. സമയം കഴിഞ്ഞെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. ആരവരെ ഈ വിവരദോഷിയെ പിടിച്ച് പുറത്താക്കൂ. രാജൻ, കൊട്ടാരത്തിൽ പുതിയതായി ചാർജ് എടുത്ത തോഴി വരുന്നുണ്ട്. എന്തൊരു സൗന്ദര്യം! മന്ത്രി, താനിനി ഇവിടെ നിന്നാൽ ശരിയാവില്ല കേട്ടോ. അതെന്താ രാജൻ? സംഗതി പാൽപായസമാണെങ്കിലും അറിയ പട്ടിനൊക്കെ തീർന്നില്ലേ കേസ്? ശരി. ഹായ് രാജൻ. നാം ഹായ് രാജനല്ല, നാം WY ബാബുരാജൻ. രാജൻ, എന്റെ ചേച്ചി പ്രസവിച്ചു. ലഡുവാ. കാലം പോകുന്ന പോക്കെ. പണ്ടൊക്കെ പെണ്ണുങ്ങൾ കുഞ്ഞുങ്ങളെയായിരുന്നു പ്രസവിക്കുന്നത്. ഇപ്പൊ ലഡുവിനെ വരെ പ്രസവിച്ചു തുടങ്ങി. അടുത്തിന് ജിലേബിയും അലുവയൊക്കെ ആയിരിക്കും. നമ്മുടെ കൊട്ടാരത്തിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് പിടിച്ചു. ആ വൃത്തികെട്ടവൻ നിങ്ങൾ കയറി പിടിച്ച ഇതാണ് ഇവന്റെ കുഴപ്പം. ഇവരെ നാം അടിച്ചു കൊല്ലുന്നുണ്ട്. അയ്യോ, ക്ലൈമറ്റ് എന്ന് വെച്ചാൽ കാലാവസ്ഥ എന്നർത്ഥം. ആണോ? ഇതാണ് പള്ളിക്കുടുത്തി പോവാത്തന്റെ അവസ്ഥ. ആട്ടെ, അങ്ങേക്ക് സ്പോർട്സ് ഇഷ്ടമാണോ? ഇഷ്ടമാണോന്നോ? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഷുഗർ ഉള്ളത് കൊണ്ട് ബേക്കറി ഒന്നും കഴിക്കരുതെന്ന ഡോക്ടർമാർ പറയുന്നത്. അതെ, തോടിക്ക് കുടിക്കാനെന്തെങ്കിലും? സോറി, അതിവിടെ ഇല്ല. വേണമെങ്കിൽ വീഞ്ഞെടുക്കാം. ആരവിടെ? വീഞ്ഞ് കൊണ്ടുവരോ? എന്തോന്നേ? വീഞ്ഞ് കൊണ്ടുവരോ? അവൻ വീഞ്ഞ് കൂച്ചു കഞ്ഞിവെള്ളം വേണോടെ? പണം കൊടുത്ത് കുടിച്ചോണ്ട് പോടാ മാറി. നീ പോ. നിന്റെ അടുത്ത് ഞാൻ ഒന്നും ചോദിച്ചില്ല. നീ എന്നെ അടിക്കണ്ട. അപ്പൊ അവന്റെ ഒരു വീഞ്ഞ്. കൊച്ചു പിള്ളേര് തമാശക്ക് പറഞ്ഞത്. അല്ലടാ, ഞാൻ ഇവിടെ എവരുടെ തമാശ എന്ന്. നീ പൊക്കോ. അയ്യോ രാജൻ, അങ്ങ് ഇത്രയും അടുത്തു നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കുളിര് പോരുന്നു. നേരാണോ തോഴി? പിന്നെ തുപ്പല് തെറിച്ചാൽ പിന്നെ ആർക്കാ കുളിര് പോരാത്തത്? തോഴി, നിന്നെ കണ്ട മാത്രയിൽ തന്നെ നമുക്ക് വളരെ അങ്ങ് ഇഷ്ടമായി. ഈശ്വര, കാര്യങ്ങൾ കൈവിട്ട് പോയെന്താ തോന്നുന്ന? രാജൻ, പരാതി പറയാൻ ഒരാൾ പുറത്തു വന്ന് കാത്തു നിൽക്കുന്നു. ശരി, വരാൻ പറയൂ. ഉത്തരവ്. എന്താ വന്നത്? പരാതി പറയും. പറയൂ. പരാതി 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 4 പരാതി. വോട്ടാളിയ. ഹലോ, ആരാ? രാജാവുണ്ടോ? മണി 12 ആയതല്ലേ ഉള്ളൂ. 1 മണിയാകാതെ എങ്ങനെയാണേ ഉണ്ണുന്നത്? അയ്യോ, ഞാൻ രാജഗുരുവാണ്. താൻ എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ അങ്ങയുടെ മുറിയുടെ പുറത്തു നിന്നാ വിളിക്കുന്നത്. അവിടെ നിന്ന് കിടക്കാതെ ഇങ്ങോട്ട് വേണേ. ഓ ശരി. മഹാരാജൻ എന്റെ പ്രമാണം. ഗുരുവിനെന്റെ ആധാരം. വച്ചര നമുക്ക് ആവശ്യമുള്ളപ്പോ ഉപയോഗിക്കാം. തോഴി, ഇദ്ദേഹമാണ് നമ്മുടെ കൊട്ടാരം ഗുരു. ഇദ്ദേഹത്തിനെ പറ്റി പറയുവാൻ ഒരുപാടുണ്ട്. രാജൻ, അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? കള്ളം പറയുന്നത് എന്റെ ശീലമാണ്. തോഴി, ഇദ്ദേഹമാണ് നമ്മുടെ കൊട്ടാരം ഗുരു. മാത്രവുമല്ല, ഇദ്ദേഹം എന്റെ വഴികാട്ടിയാണ്. അതെ. വഴികാട്ടിയോ? അതെ. രാത്രിയിൽ ഷാപ്പിൽ നിന്നും എന്നും ഇദ്ദേഹത്തിന്റെ ടോർച്ചിന്റെ വെട്ടത്തിലാണ് നാം കൊട്ടാരത്തിലേക്ക് വരുന്നത്. രാജൻ, റാണി അങ്ങയെ തുണി അലക്കാൻ വിളിക്കുന്നു. എന്ത്? രാജാവായ നമ്മെ തുണി അലക്കുവാൻ വിളിക്കുന്നു? അസംഭവ്യം തന്നെ ഗുരുദേവ, അസംഭവ്യം.
അറിയാം. അതെ അതെ. ചിലപ്പോ അരിയാട്ടാനായിരിക്കും. ഞാൻ പോയി ആട്ടി കൊടുത്തിട്ട് താ വരുന്നു. ചിലപ്പോൾ ഇനി തേങ്ങ തിരുവാനി കാണുമോ എന്തോ. പോയിട്ട് വരട്ടെ തോന്നി. എൻ ജീവനെ എങ്ങാണോ നീ ഇനി എന്നും കാണും വീണ്ടും വേരാമ്പലായി കേഴുന്നു ഞാൻ വേരാമ്പലായി കേഴുന്നു ഞാൻ പൊഴിയുന്നു മിഴിനീർപ്പൂക്കൾ. എന്താ ഭഗവതിയുടെ പേര്? ഭഗവതിയോ? അല്ല, ഭഗവതിയുടെ പേര് പെട്രീഷ്യ. വെട്ടിയാട്ടോ ഋഷി. അല്ല, പെട്രീഷ്യ. അങ്ങനെ അങ്ങേക്കിന്റെ കവിളിലെ നുണക്കുടി ഇഷ്ടമായോ? നിങ്ങളുടെ നാട്ടിൽ കവളൊട്ടിയത് നുണക്കുഴി എന്നാണ് ഈ പറയാവൂ. ഇന്ന് കളിയാക്കൊന്നും വേണ്ട. ഞങ്ങളുടെ നാട്ടിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ എനിക്കാ ഫസ്റ്റ്. എന്ത്, ഈ ഒറ്റയ്ക്കാണോ മത്സരിച്ചത്? ഗുരുവിനെ കണ്ടിട്ട് ധൈര്യശാലിയാണെന്ന് തോന്നുന്നു. ഞാൻ മാത്രമല്ല, എന്റെ അപ്പൂപ്പനും വലിയൊരു ധൈര്യശാലിയായിരുന്നു. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിന് ദൈവത്തിനുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ആളിപ്പോൾ എവിടെയാ? കഴിഞ്ഞ ക്രിസ്മസിന് പിള്ളേർ പടക്കം പൊട്ടിച്ചത് കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോയി. ഗുരു ഈ കൊട്ടാരത്തിൽ വന്നിട്ട് എത്ര കാലമായി? കൂട്ടി പറയാം, ഒരു 4 24 8. അയ്യോ, അതല്ല, മാസക്കണക്ക് പറ. അത് പറയണ്ടേ? ജനുവരി, ഫെബ്രുവരി, ഏപ്രിൽ. അപ്പൊ മാർച്ചില്ലേ? അയ്യോ ഇല്ല, ആകെ ഉണ്ടായിരുന്ന മാർച്ച് നേരെ സെക്രട്ടേറിയറ്റിലേക്ക് പോയി. എന്ത് പോണാ? നമ്മളിങ്ങനെ നിൽക്കുന്നത് കണ്ട് രാജാവ് വന്നാൽ കൊന്നുകളയും. ആര്? രാജാവിനെയോ? അല്ല, അങ്ങനെ നമ്മളെ കൊന്നുകളയും. എന്റെ തൊഴി ഗുരു. ഗുരു തൊഴി. കരുപ്പാന കയ്യാലെ എന്നെ പൊടിച്ച കാതൽ ഏൻ കാതൽ പൂക്കുതമ്മാ. കരുപ്പാന കയ്യാലെ എന്നെ പൊടിച്ച കാതൽ ഏൻ കാതൽ പൂക്കുതമ്മാ. മനസ്സുക്കുള്ളേ പിടിച്ച് ആട്ടുതമ്മാ. അത് കനവ് കണ്ടതാ പലിക്കതുമാ. അവൻ വീസ മൊഴിയ സെഞ്ചക്കവേ മോതിരമാ. പാകയിരുത്താന്റെ കോപപ്പഴമാ കളറ് എന്റെ കളറ് എന്നെ കിഴുത്തുന്നമ്മ അരുതം പുല്ല് ആട്ടയിപ്പോ വേഗിതമ്മ പാർവയാല ആയുവേഗ തേകിതമ്മ ഇവ കാതലിപ്പോ ജോലിയെത്താൻ കാട്ടുതമ്മ. കരുപ്പാന കയ്യാലെ എന്നെ പൊടിച്ച കാതൽ ഏൻ കാതൽ പൂക്കുതമ്മാ. പൂക്കുതമ്മാ. തനനാനനനാ, തനനാനനനാ. അയ്യോ, ഗുരു, രാജൻ വരുന്നു. കുളിക്കാം. ഓളിക്കുന്നത് വീരുക്കളാണോ? പിന്നെ നമുക്ക് ഓടി രക്ഷപ്പെടാം. വാ. മഹാരാജൻ വിദൂഷകൻ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. മുഖം കാണിക്കാൻ നാമെന്താ ബാർബറാണോ? അയ്യോ, അതല്ല, അങ്ങേ ആശംസകൾ കൊണ്ട് മൂടാനാ വിദൂഷകൻ വന്നിരിക്കുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ ആ മഹാനായ വിദൂഷകനോട് ആഗതകനാകാൻ പറ. എന്താണ്? എടാ, ഇങ്ങോട്ട് വരാൻ പറയണേ. അങ്ങനെ ആ. മഹാരാജൻ നീണാൽ വാഴട്ടെ. ആ, വാഴട്ടെ വാഴട്ടെ. മഹാരാജനെ കാണാൻ സൽമാൻ ഖാനെ പോലുണ്ട്. ആരവിടെ? ഇവന് 100 പൊൻപണം കൊടുക്കൂ. മഹാരാജൻ, അങ്ങയുടെ കീർത്തി നാടൊട്ടുക്കും പരന്നിരിക്കുകയാണ്. ആണോ? ആരവിടെ? 200 പൊൻപണം കൂടി കൊടുക്കൂ. ഈരേഴ് 14 ലോകത്തിലും അങ്ങ് കീർത്തിമാനാണ്. സബാഷ് സബാഷ്. ആരവിടെ? ഇവന് 300 പൊൻപണം കൂടി കൊടുക്കൂ. ശത്രുരാജ്യങ്ങൾ അങ്ങയുടെ പേര് കേട്ടാൽ കിടുകിടാ വിറയ്ക്കും. ബാലേബേഷ്, അങ്ങനെ വേണം. ആരവിടെ? ഇവന് 500 പൊൻപണം കൂടി കൊടുക്കൂ. രാജൻ, അങ്ങ് ഇന്ദ്രനെക്കാളും കേമനാണ്. ഇനി ഒന്നും നോക്കാനില്ല. ഇവന് 1000 പൊൻപണം കൊടുക്കൂ. എന്താ, സന്തോഷമായില്ലേ? ആയി രാജൻ. ആ, ശരി, എനിക്ക് പൊക്കോളൂ. അപ്പോൾ പൊൻപണം നീ ഓരോന്ന് പറഞ്ഞ് എന്നെ അങ്ങ് സുഖിപ്പിച്ചു. തിരിച്ച് നാം എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ഒന്ന് സുഖിപ്പിക്കണ്ടേ? ആഹാ, ആഹാ.